യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ തന്റെ ഉദ്ദേശം? ആദ്യം ഇയാളുടെ ഉദ്ദേശം പറ. ഇയാളെന്താ ഇവിടെ? എനിക്ക് പല ഉദ്ദേശങ്ങളുണ്ടാവും. അതൊന്നും താൻ അറിയണ്ട. അറിയണം, എനിക്കറിയണം. തന്റെ എല്ലാ ഉദ്ദേശവും എനിക്കറിയണം. അറിയണമെന്ന് നിർബന്ധമാണോ? അതെ. ഗോവിന്ദൻകുട്ടി നായരായി അവതരിച്ച കരീംബായി തനിക്കെന്താ മാണിക്യമംഗലത്തെ കാര്യമെന്ന് എനിക്കറിയണം. അറിഞ്ഞാലേ നീ താങ്ങത്തില്ല. ഞാൻ താങ്ങിക്കോളാം, താൻ പറ. എടാ നീ താങ്ങൂല. ഇയാളെ പറ. എടാ കായംകുളം കൊച്ചുണ്ണിക്ക് കഞ്ഞി വെച്ചു കൊടുത്ത കാട്ടുകള സുഗുണ എന്തോ നിനക്കറിയോ? ഈ മാണിക്യമംഗലത്തെ വിശ്വനാഥൻ എന്ന് പറയുന്ന അതിഭയങ്കര ചെറ്റയുണ്ടല്ലോ, അവന്റെ മൂത്ത ചേട്ടനാണ് ഞാൻ. I am മാണിക്യമംഗലത്ത് ഗോവിന്ദൻകുട്ടി നായർ ദ ഗ്രേറ്റ്. പിന്നെ കരീംബായി ആയി താൻ എങ്ങനെയാണ് നായരാവുന്നത്? ജനം സേ ഹി നഹി കരം സേ ഹി നായർ ബൻ കരം സക്തേ. അതായത് ജന്മം കൊണ്ടല്ല നായരുണ്ടാകുന്നത്, കർമ്മം കൊണ്ടാണ്. എന്തു കുന്തോങ്കിലും ആവട്ടെ, തനിക്കെന്താ ഇവിടെ കാര്യം അത് പറ. ഇടാ അതല്ലേടെ പുല്ല തന്നോട് ഇത്രയും നേരം പറഞ്ഞത്. എനിക്കിവിടെ പല കാര്യങ്ങളുണ്ടാവും, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. എടാ നിനക്കിപ്പോ എന്താ ഇവിടെ പ്രശ്നം അത് പറ. എന്റെ പെങ്ങളെ ആ വൃത്തികെട്ടവൻ ഗർഭിണിയാക്കി. എനിക്കതിന് നഷ്ടപരിഹാരം കിട്ടണം. എടാ അതിന് അവൻ അങ്ങോട്ടല്ലേ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? കുടുംബത്തിൽ പിറന്നൊരു ചെറുക്കനെ വശീകരിച്ച് ഗർഭം ഉണ്ടാക്കിച്ചിട്ട് ഇപ്പൊ നഷ്ടപരിഹാരം കൊടുത്തരണോ? എടാ ഇത് ഇവിടുത്തെ ന്യായോടെ സുഗുണ? ഇത് ഇവിടുത്തെ ന്യായമാണ് കരീംബായി. കരീംബായി നയോ മുझे നായർ ബുലാओ. ഗോവിന്ദൻകുട്ടി നായർ. പോപ്പ് നായന്മാരിങ്ങനെയാണോ? താൻ ബോംബെയിലെ കൊള്ളക്കാരൻ കരീംബായി ആണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാലേ അതോടെ തീർന്നു നിന്റെ കച്ചവടം. എന്റെ കച്ചവടം മാത്രമല്ല, നിന്റെ കച്ചവടം അതോടെ തീരും. കൊലപാതകത്തെ കുറഞ്ഞ ഒരു പണിയും കരീംബായി ഇന്നുവരെ എടുത്തിട്ടില്ല. എടാ നിനക്കിപ്പോ എന്തോ വേണ്ടത്? നഷ്ടപരിഹാരമല്ലേ? അത് ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷെ കിട്ടുന്നതിന്റെ 50-50. അതിന് നീ ഒരുക്കമാണെങ്കിൽ അജയൻ എന്ന് പറയുന്ന ചെറ്റയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു. വാക്കാണോ? വാക്ക് കൊടുകൈ. പക്ഷേ അപ്പോഴും നിന്റെ പെങ്ങളുടെ ഗർഭം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണല്ലേ സൂണ. അതിനിവിടെ ആർക്ക് ഗർഭം? എന്റെ പെങ്ങൾ ആ ടൈപ്പൊന്നുമില്ല. അല്ലടെ സൂണ, നീ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞല്ലേ അവനെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ പിന്നെ ഗർഭം ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്? എന്റെ പൊട്ടാ കരീംബായി, താൻ ബോംബെയിലായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്തതാ. ഇവിടെ ഇങ്ങനെയൊക്കെയാ. ഉള്ള ഗർഭത്തിനല്ല ഇവിടെ ആരും സത്യാഗ്രഹിക്കുന്നത്. കൊള്ളാവുന്നവന്മാരുടെ വീട്ടുപടിക്കല് പെണ്ണുങ്ങള് കാലുവേറുമായി സത്യാഗ്രഹിക്കുന്നേ ഇവിടെ ഒരു ഫാഷനാ. അതിപ്പോ എന്ത് പോലെങ്കിലും ആവട്ടെ. ദേ ഇനി താൻ ഇവിടെ കിടന്നാലമ്പൊന്നും ഉണ്ടാക്കരുത്. ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. തനിക്ക് ഞാനൊരു 5 ലക്ഷം രൂപ അങ്ങോട്ട് വാങ്ങിച്ചു തരും. പക്ഷെ 2 ലക്ഷം രൂപ കൈ കിട്ടും. 2 ലക്ഷം രൂപ ഞാൻ എടുക്കും. അതാണ് ഞങ്ങൾ ഈ ബ്ലേഡുകാരുടെ ഒരു തത്വം. അതിന് തനിക്ക് ബ്ലേഡും ഉണ്ടോ? ഇല്ല, ഇപ്പൊ തുടങ്ങാൻ പോവല്ലേ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ താൻ വിട്ടോ. അല്ല ബായി. അല്ല ബായി അല്ല വല്ലഭായി. സ്ഥലം കാലിയാക്ക് സൂണ. എടാ തനിക്ക് ആരുടെ ഈ പേരിട്ടത്? സുഗുണൻ. ലോകോത്തര കള്ളന് സുഗുണൻ. കള്ളം മാത്രം പറയുന്നതിന്റെ പേര് സത്യജിത്ത്. ഒടിഞ്ഞു വീഴാൻ പോകുന്ന ദുർബലന്റെ പേര് ബലരാമൻ. ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യയ്ക്ക് ശീലാവതി. ഈ മനുഷ്യന്മാരുടെ ഒരു കാര്യം. ബ്ലേഡി മനുഷ്യർ. വേഗം സ്ഥലം വിട്ടോ. ഒന്ന് പോടേ. എന്റെ ആവശ്യമായി പോയില്ലേ? മിഥുനോ ബാബാ വാ.
മോളെ മോനിരിക്ക്. എനിക്ക് ജനനിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, സംസാരിച്ചോളൂ. ഞാൻ പുറത്തുണ്ടാവും. അച്ഛാ, ആ എന്താ മോളെ, മിഥുൻ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ. നിങ്ങൾ സംസാരിക്കേ. ഹരി, ഹരി ഇവിടെ ഇല്ല. എനിക്ക് തന്നോട് സംസാരിക്കാനുള്ളത്. എനിക്കും മിഥുനോട് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നാ താൻ പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും മിഥുനത് അറിയിക്കണമെന്ന് തോന്നി. എന്താടോ? ആ പഞ്ചായത്ത് പ്രസിഡന്റ് മന്ദാകിനി കഴിഞ്ഞ ദിവസം ഞാനുമായിട്ടൊരു സംസാരം ഉണ്ടായി. ഞാനും മിഥുനും തമ്മിൽ മോശമായ ബന്ധമാണെന്നാ അവര് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാ എനിക്കും തന്നോട് പറയാനുള്ളത്. എന്താ മിഥുൻ? താനും ഹരിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്താ? കഴിഞ്ഞ ദിവസം തൻ്റെ അച്ഛനെന്നെ കാണാമെന്നു. അച്ഛനോ? എന്തിന്? തെറ്റ് തിരുത്താൻ, മാപ്പ് പറയാൻ. പിന്നെ തനിക്ക് ഞാനൊരു ജീവിതം തരണമെന്ന് പറയാം. ഹരീത് എവിടെ പോയതാ? കടയിൽ. അല്ല, അച്ഛനോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. എന്നാലും വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തൊരു ചൂടല്ലേ! ഓരോ വർഷം കഴിയുന്തോറും ആഗോള താപനില കൂടിക്കൂടി വരിക. അതിനനുസരിച്ച് പ്രകൃതി മാറുക. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മണൽക്കാറ്റ് വന്നത്? ഞാൻ ആ സമയത്ത് പൂജപ്പുര ഗ്രൗണ്ടിന്റെ തൊട്ടടുത്തുണ്ട്. മണലും പൊടിയും എല്ലാം കൂടി ചുരുളി പോലെ ആകാശത്തേക്ക് ഉയർന്നു. ദേ എന്റെ മൊബൈലിൽ കിടപ്പുണ്ട്. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാ.